ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ IMCയുടെ വെബ്സൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ്. ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിൻഡോ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കും. ഇനി മലയാളത്തിൽ ഇത് കാണേണ്ടവർക്കായിട്ട് എങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് മലയാളത്തിലേക്ക് മാറ്റാം എന്നുള്ളതിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനും മനസ്സിലാക്കാനും കഴിയും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് IMCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉപകാരങ്ങളുണ്ട്, എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിലാണ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് മൊബൈലിൽ ഈ കാണുന്ന ഹെഡിങ്ങിന് പകരം നിങ്ങൾക്ക് ഇവിടെ 3 വര കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങളുടെ മൊബൈലിൽ. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ഹെഡിങ്ങുകളും അവിടെ കാണാനായിട്ട് പറ്റും. ആദ്യം തന്നെ എബൌട്ട് അസ് എന്നുള്ള ഒരു ഹെഡിങ് ആണ് അത്. അതിൽ നിങ്ങൾക്ക് കമ്പനിയെ പറ്റി, ടീമിനെ പറ്റി, ബ്രാൻഡിനെ പറ്റി, ആയുർവേദനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ വരുന്നത് പ്രൊഡക്റ്റ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ കാറ്റഗറി വൈസ് ഉള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവയുടെ വിശദമായ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. പിന്നെയുള്ളത് ബിസിനസ് ആണ്. അതിൽ പോയാൽ എന്തിനാണ് IMC ബിസിനസ് ചെയ്യുന്നത്, അതിൻ്റെ റെമ്യൂണറേഷൻ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി, രജിസ്ട്രേഷൻ, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ IMC ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ CSRന്റെ ഭാഗമായിട്ട് സാമൂഹ്യ സേവനത്തിനുള്ള ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാനാവും. പിന്നെ ഉള്ളത് സക്സസ് സ്റ്റോറീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പ്രസിഡന്റ് സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ആളുകളുടെ വിജയ കഥകൾ വായിക്കാനായിട്ട് കഴിയും. പിന്നെയുള്ളത് ഇൻസ്പയറിംഗ് വേൾഡ് ആണ്. അത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഓർഗനൈസേഷൻ ആണ്. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, ഇതിൽ നിങ്ങൾക്ക് നമ്മുടെ സ്പെഷ്യൽ ഓഫറുകൾ, അതാത് മാസം വരുന്ന ഓഫറുകളെ പറ്റി നിങ്ങൾക്ക് അറിയാനാവും. പിന്നെ എന്തെങ്കിലും നോട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ന്യൂസ് റൂമിൽ നിങ്ങൾക്ക് ബ്ലോഗ്സ് കാണാൻ പറ്റും. അതായത് ബ്ലോഗ്സിൽ നിങ്ങൾക്ക് ആയുർവേദത്തെ പറ്റിയും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകളെ പറ്റിയും ഒക്കെയുള്ള ബ്ലോഗ്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. പിന്നെയുള്ളത് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. അതിൽ നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹോം, അസോസിയേറ്റ് ലോഗിൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡിസ്ട്രിബ്യൂട്ടർ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും അസോസിയേറ്റിന് ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അപ്ലൈ ഫോർ ഡിസ്ട്രിബ്യൂട്ടർ. പിന്നെ ഷോപ്പ് ലോഗിൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഷോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ലിങ്കാണ് ഷോപ്പ് ലോഗിൻ. പിന്നെ ഏറ്റവും താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബിസിനസ് സ്റ്റാർട്ടർ ഗൈഡ് എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. ക്വിക്ക് ലിങ്ക്സ് എന്ന ഇതിൻ്റെ താഴെ അതിൽ ബിസിനസ് സ്റ്റാർട്ടർ ഗൈഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ബിസിനസ് സ്റ്റാർട്ടർ ഗൈഡ് ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് IMC ബിസിനസ് പ്ലാന്, IMC കോഡ് ഓഫ് എത്തിക്സ്, ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ IMC ബിസിനസ് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കൊക്കെ അവിടെ ലഭ്യമാണ്. അതേപോലെ തന്നെ IMC സോഷ്യൽ മീഡിയ ചാനലിലേക്കും പേജിലേക്കും ഒക്കെയുള്ള ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ IMCയുടെ യൂട്യൂബ് ചാനലിലേക്കും മറ്റു സോഷ്യൽ മീഡിയ പേജുകളിലേക്കും ഒക്കെ നിങ്ങൾക്ക് പോകാനായിട്ട് കഴിയും. ഇനി താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഡൗൺലോഡ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ബുക്സ് ആൻഡ് ലിറ്ററേച്ചർ, IMCയുടെ ബുക്കുകൾ, അതായത് പ്രൊഡക്റ്റ് ഗൈഡ്, ബിസിനസ് പ്ലാന്, ഫ്ലിപ്പ് പ്ലാന്, പ്രത്യേകിച്ചും പ്രൊഡക്റ്റിന്റെ റേറ്റ് ലിസ്റ്റ്, ഓരോ മാസവും വരുന്ന പ്രൊഡക്റ്റിന്റെ റേറ്റ് ലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനാദ്യം നിങ്ങൾ ഈ സെലക്ട് എന്നുള്ള ഈ കോളത്തിൽ പോയിട്ട് ഏത് ഭാഷയിലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഏത് ഭാഷയാണ്, മലയാളത്തിലൊക്കെ ലഭ്യമാണ്. അപ്പൊ മലയാളം എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതിലുള്ള മലയാളത്തിലുള്ള പ്രൊഡക്റ്റ് ഗൈഡ് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഈ ഓരോന്നും ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ നിങ്ങൾക്ക് താഴെ വന്നാൽ കാണാൻ പറ്റും പ്രൊഡക്റ്റിന്റെ കാറ്റലോഗ്, അതായത് കാറ്റഗറി വൈസ് ഉള്ള പ്രൊഡക്റ്റിന്റെ കാറ്റലോഗും അതിന്റെ ഡീറ്റെയിൽസും
നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അതും നിങ്ങൾക്ക് ഇതേപോലെ ഭാഷ ഏതാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് ഇംഗ്ലീഷിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഈ ഓർഡറിംഗ് ഫെസിലിറ്റിയുമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഫ്രാഞ്ചൈസ് പോളിസി ഉണ്ട്, ലീഫ്ലെറ്റ് ഉണ്ട്, അതായത് ഓരോ പ്രൊഡക്റ്റിന്റെയും ലീഫ്ലെറ്റ് നിങ്ങൾക്ക് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. IMC കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്, അതുപോലെ തന്നെ IMCയുടെ ഫോംസും അഗ്രിമെന്റും ഒക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മാഗസിൻ, IMCയുടെ മാഗസിൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കംപ്ലയൻസ് ഡോക്യുമെന്റ്സ് എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ പല ഡോക്യുമെന്റ്സും കാണാനാവും. അതായത് ഇത് പുതിയ ഡയറക്ട് സെല്ലിംഗ് റൂളിന്റെ ഭാഗമായിട്ട് എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനീസും അവരുടെ ഡോക്യുമെന്റ്സ്, അതായത് കമ്പനി സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഡോക്യുമെന്റ്സ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലിങ്ക് പുതുതായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇനി ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നതിന്റെ താഴെ നോക്കാം. ഇതിൽ പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് പോളിസിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അതേമാതിരി കൺസ്യൂമർക്ക് എന്തെങ്കിലും പരാതികൾ, അതായത് ഡയറക്ട് സെല്ലേഴ്സിനോ കൺസ്യൂമേഴ്സിനോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ആ പരാതിപ്പെടേണ്ടത് എന്നും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉണ്ട് എങ്കിൽ കമന്റിലൂടെ ചോദിക്കുക.